എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ പാഠങ്ങളെല്ലാം എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാകും. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ കാണാ കാഴ്ചകളിലെ ഒന്നാമത്തെ പാഠം അനന്തവിഹായസിലേക്ക് ആണ്. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് ആ പാഠം നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും പുസ്തകം തുറന്നു വെച്ച് പേജ് 32 എടുത്ത് നോക്കിയിരിക്കുക. അനന്തവിഹായസിലേക്ക്. വിക്ഷേപണത്തിനുള്ള സമയം അടുത്തു വരികയായിരുന്നു. പലരും കൂടെ കൂടെ വാച്ച് നോക്കുന്നുണ്ട്. റോക്കറ്റും ബഹിരാകാശ വാഹനവും യാത്രയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഇനി ആകെ വേണ്ടത് ബഹിരാകാശ യാത്രികനെ വാഹനത്തിന്റെ ക്യാബിനിൽ കയറ്റിയിരുത്തുക മാത്രം. യൂറി സ്റ്റേറ്റ് കമ്മീഷൻ ചെയർമാന്റെ മുന്നിൽ ചെന്നിരുന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, സീനിയർ ലഫ്റ്റനന്റ് ഗഗാറിൻ, ബഹിരാകാശ വാഹനമായ ഓസ്തോക്കിൽ ഇതാ ആദ്യ യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നു. നന്മ വരട്ടെ, സുഖമായി പോയി വരിക. യാത്രാമംഗളം നേർന്നുകൊണ്ട് അദ്ദേഹം യൂറിയുടെ കൈ പിടിച്ചു കുലുക്കി. ചെയർമാന്റെ മൃദുലമായ ശബ്ദത്തിൽ ഔപചാരികതയെക്കാളേറെ ഒരു പിതാവിന്റെ വാത്സല്യമാണ് ഉണ്ടായിരുന്നത്. ബഹിരാകാശ വാഹനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പത്രങ്ങൾക്കും റേഡിയോവിനും വേണ്ടി ഒരു പ്രസ്താവന ചെയ്യണമെന്ന് യൂറിയോട് ആവശ്യപ്പെട്ടു. അത്യധികമായ ഉത്കണ്ഠയുടെയും ആത്മാഭിമാനത്തിന്റെയും നിമിഷങ്ങളായിരുന്നു അത്. അടുത്തും അകലെയുമുള്ള അറിയുന്നവരും അജ്ഞാതരുമായ സുഹൃത്തുക്കളെ, എല്ലാ നാടുകളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ജനങ്ങളെ, ചിന്തകളെ ഒതുക്കിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് യൂറി തുടർന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഭീമാകാരമായ ഈ ബഹിരാകാശ വാഹനം എന്നെ വഹിച്ചുകൊണ്ട് പ്രപഞ്ചശൂന്യതയുടെ അനന്തതയിലേക്ക് യാത്രയാകും. ഈ അസുലഭ നിമിഷത്തിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ ജീവിച്ചതും പ്രവർത്തിച്ചതും എല്ലാം മനോഹരമായ ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യ ബഹിരാകാശ യാത്രികനാവണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വിവരിക്കാൻ കഴിയുന്നില്ല. അത് കേവലം സന്തോഷമോ അഭിമാനമോ ആയിരുന്നില്ല. അതിനേക്കാൾ കവിഞ്ഞുള്ള എന്തോ ആയിരുന്നു. ബഹിരാകാശത്ത് ആദ്യമായി സഞ്ചരിക്കാൻ കഴിയുക, അനന്തവിഹായസിൽ ഇപ്രകാരം ഏകനായി ചെന്ന് പ്രകൃതിയുമായി മുഖാഭിമുഖം കാണാൻ സൗകര്യമുണ്ടാവുക, ഇതിനേക്കാൾ മഹത്തായ ഒരു അനുഭവത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ എനിക്ക് എങ്ങനെ കഴിയും? ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന മഹത്തായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞാൻ തികച്ചും ബോധവാനാണ്. മഹത്തായ ഈ ദൗത്യം വിജയിപ്പിക്കുന്നതിനായി ഞാൻ എന്റെ മുഴുവൻ കഴിവും പ്രയോഗിക്കും. വിക്ഷേപണത്തിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പ്രഖ്യാപനം. പുറപ്പെടാം. ശരി, പുറപ്പെടാം. എല്ലാം സാധാരണ നിലയിൽ. യൂറി വാച്ച് നോക്കി. അന്നേരം മോസ്കോ സമയം 9:07. ചൂളം വിളി പോലുള്ള ഒരു ശബ്ദവും തുടർന്ന് അത്യുഗ്രമായ ഒരു ഗർജനവും യൂറിയുടെ കാതിൽ വന്നലച്ചു. റോക്കറ്റ് ലോഞ്ചിങ് പാഡിൽ നിന്ന് സാവധാനം ഉയരാൻ തുടങ്ങി. ജെറ്റ് വിമാനം പുറപ്പെടാൻ ആരംഭിക്കുമ്പോൾ കേൾക്കാറുള്ളതിനേക്കാൾ വളരെയൊന്നും അധികമായിരുന്നില്ല. ആരംഭത്തിൽ റോക്കറ്റിന്റെ അലർച്ച, പിന്നീട് അത് വർദ്ധിച്ചു വന്നു. പേടിപ്പെടുത്തുന്ന ആ യന്ത്രഗർജനം യൂറിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയുടെ സംഗീതമായിരുന്നു. താഴെ വെള്ളിരേഖ പോലെ നീണ്ടു കിടക്കുന്നത് സൈബീരിയയിലെ മഞ്ഞുറഞ്ഞ മഹാനദികളാണ്. അത്യന്തവിരളമായ ആ ദൃശ്യം നോക്കിയിരിക്കുമ്പോഴേക്കും വന്നു ഭൂമിയിൽ നിന്നുള്ള സന്ദേശം. എനിക്ക് വ്യക്തമായി കേൾക്കാം. സുഖം തന്നെ. ഭൂമിയിലെ നദികളും കാടുകളും മേഘങ്ങളുമൊക്കെ വ്യക്തമായി കാണാം. അതിമനോഹരമായ കാഴ്ച. ബഹിരാകാശ സഞ്ചാരിയുടെ മറുപടി. ആകാശത്തിന്റെ അനന്തവിശാലതയിൽ ചിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ ഉഴുതുമറിച്ച വയലിൽ പുതുതായി വിതച്ച ഗോതമ്പ് മണികളാണ് യൂറിക്ക് ഓർമ്മ വന്നത്. നക്ഷത്രങ്ങളുടെ നിറം കെടുത്തിക്കൊണ്ട് പ്രചണ്ഡ പ്രഭയോടെ പ്രകാശിക്കുന്ന സൂര്യൻ. ബഹിരാകാശത്ത് വെച്ച് സൂര്യനെ നോക്കുക എളുപ്പമല്ല. ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ 100 ഇരട്ടി തീവ്രതയുണ്ട് ബഹിരാകാശത്തെ സൂര്യന്. സൂര്യന്റെ തീവ്രകിരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനത്തിന്റെ കിളിവാതിൽ ഫിൽറ്റർ വെച്ച് പലപ്പോഴും അടച്ചിടേണ്ടി വന്നു. ഭൂമി ഒരു ഗോളമാണെന്ന തോന്നൽ നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഭൂമിയെ അതിന്റെ തനി രൂപത്തിൽ ആദ്യമായി കാണാൻ ഭാഗ്യം സിദ്ധിച്ചത് യൂറി ഗഗാറിനായിരുന്നു. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂഗോളത്തിനു ചുറ്റും ഇളനീല നിറത്തിലുള്ള ഒരാവരണം കാണാം. ഭൂമിയിൽ നിന്ന് അകലും തോറും ഇളനീല കടും നീലയായും പിന്നീട് വയലറ്റായും അവസാനം കറുപ്പായും മാറുന്നു. നിറങ്ങളുടേതായ ഈ മാറ്റം ബഹിരാകാശത്ത് നിന്ന് കാണുന്നത് അതീവ ഹൃദ്യമായ ഒരു അനുഭവമാണ്. ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്ന മനുഷ്യന് അനുഭവപ്പെടുന്ന അസഹ്യമായ ഏകാന്തതയെക്കുറിച്ചും ബോറടിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്.
യൂറിയെ സംബന്ധിച്ചിടത്തോളം ഏകാന്തതാ ബോധം എന്ന അനുഭവമേ ഉണ്ടായില്ല. റേഡിയോ ബന്ധം വഴി നിരന്തരം ഭൂമിയുമായി ബന്ധപ്പെടുകയും കൂടെ കൂടെ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ ഒറ്റപ്പെട്ടുവെന്ന തോന്നലിന്റെ ആവശ്യമെന്ത്? ഭൂമിയുമായുള്ള റേഡിയോ ബന്ധം അറ്റുപോകുന്ന ഘട്ടത്തിൽ ഏകാന്തതയും നിസ്സഹായാവസ്ഥയും അനുഭവപ്പെട്ടേക്കാം. ബഹിരാകാശ വാഹനം ഭൂഗോളത്തിന്റെ സൂര്യനെതിരായ ഭാഗത്തേക്ക് പ്രവേശിച്ചത് പെട്ടെന്നായിരുന്നു. സൂര്യന്റെ തീവ്ര പ്രകാശത്തിന് പകരം ഇപ്പോൾ ചുറ്റിലും കട്ടപിടിച്ച ഇരുട്ടാണ്. ഭൂമിയിലെ നഗരങ്ങളിൽ നിന്നുള്ള മങ്ങിയ പ്രകാശപുഞ്ചങ്ങളും കാണാനില്ല. ബഹിരാകാശ വാഹനം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. 9:15 വാഹനം ഭൂമിയുടെ നിഴലിൽ നിന്നും പുറത്തു കടന്നു. വീണ്ടും വെളിച്ചത്തിന്റെ മഹാപ്രവാഹം. ഓറഞ്ച് നിറമുള്ള ചക്രവാളത്തിൽ റോറിച്ചിന്റെ ക്യാൻവാസ് ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന മട്ടിൽ വിവിധ വർണ്ണങ്ങളുടെ മത്സരക്കളി.